ചെറുതാടി പള്ളി വലിയ പള്ളിയോ? ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സൈക്കോസ് വിഷന്റെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൂട്ടുകാരെ. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് ഒരു പള്ളി എന്ന് പറയുമ്പോൾ കുഞ്ഞ് പള്ളിയല്ല കേട്ടോ. ഇത് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു കുരിശടിയാണ്. നമ്മുടെ സെന്റ് ആന്റണീസ് പള്ളി ഉണ്ടല്ലോ, നമ്മുടെ ഇവിടെ ശംഖുമുഖത്ത് തന്നെയുള്ള ശംഖുമുഖത്ത് നിന്ന് നമ്മൾ വെട്ടുകാട്ട് പോണ വഴിക്കല്ലേ. ഇത് നമ്മളെ കണ്ണാന്തുറയാണ്. കണ്ണാന്തുറ എന്ന് പറയുമ്പോഴത്തേക്ക് ആ പള്ളിയുടെ അവരുടെ ഒരു ഭാഗമായിട്ട് ഇവിടെ ഒരു കുരിശടി ചെയ്തു വെച്ചിട്ടുണ്ട്. 50 ലക്ഷം രൂപയായെന്നാണ് ഇവിടെ നമ്മുടെ ഒരാൾ പറഞ്ഞത് കേട്ടോ. സെന്റ് ആന്റണീസ് കുരിശടി കണ്ണാന്തുറ. ഓക്കെ, അപ്പോൾ നമ്മൾ അതിനു മുമ്പായിട്ട് ഞാനൊന്ന് പറയട്ടെ. നമ്മുടെ സെൻറ്റ് ആൻ്റണീസ് എന്ന് പറയുമ്പോഴത്തേക്ക് അദ്ദേഹത്തിനെ കുറിച്ച്, ആ വിശുദ്ധനെ കുറിച്ച് പറയുകയാണെങ്കിൽ, പോർട്ടുഗലിലെ ലിസ്ബൺ പട്ടണത്തിൽ മാർട്ടിൻ ത്രേസ്യ ദമ്പതികളുടെ പുത്രനായിട്ട് 1195 ആഗസ്റ്റ് 15 ജനിച്ചു. കുലീന കുടുംബത്തിലെ അംഗമായ അന്തോണിയുടെ പിതാവ് കൊട്ടാരത്തിലെ ഉദ്യോഗസ്ഥനായിരുന്നു കേട്ടോ. ഫെർണാണ്ടോ എന്ന പേരിലാണ് അന്തോണി അറിയപ്പെട്ടിരുന്നത്. അമ്മ നന്നേ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധാത്മാവിനെ അന്തോണിയെ അർപ്പിച്ചിരുന്നു. എന്തെങ്കിലും കാര്യത്തിന് ഫെർണാണ്ടോ കരയുമ്പോൾ മാതാവിൻ്റെ സ്വരൂപം കാണിച്ചാൽ അവൻ അപ്പോൾ തന്നെ കരച്ചിൽ നിർത്തും. അവനെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ ഈ വിശുദ്ധൻ കേട്ടോ. വിശ്വാസത്തിൻ്റെ ബാലപാഠങ്ങൾ ആ ബാലൻ വേഗം സ്വന്തമാക്കി. സ്കൂളിൽ വെച്ച് ചരിത്രവും ശാസ്ത്രവും കൂടാതെ മതവിഷയങ്ങളും ഫെർണാണ്ടോ പഠിച്ചു. ബുദ്ധിശാലിയായ അവന് നല്ല ഓർമ്മശക്തിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പള്ളിയിലെ എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിലായിരുന്നു നമ്മുടെ ഈ ബാലൻ. അൾത്താര ബാലകനായിട്ട് അവിടെ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ദൈവവിളിയുടെ ഭാഗമായിട്ട് അഗസ്റ്റീനിയൻ സന്യാസ സഭയിൽ ചേരാൻ ആഗ്രഹിച്ചു നമ്മുടെ അന്തോണി, അതാണ് ആൻ്റണി. 1210 സെൻറ്റ് വിൻസെൻ്റ് ആശ്രമത്തിൽ ചേർന്നു. പിന്നീട് പോർട്ടുഗലിലെ കോയിംബ്ര എന്ന സ്ഥലത്തേക്ക് മാറ്റം കിട്ടി. രക്തസാക്ഷിയാൻ ആഗ്രഹിച്ചുകൊണ്ട് ഫെർണാണ്ടോ ഫ്രാൻസിസ്കൻ സന്യാസ സഭയിൽ ചേർന്നു കേട്ടോ. പട്ടം സ്വീകരിച്ച അല്പകാലം കഴിഞ്ഞപ്പോൾ കോയിംബ്രയിൽ 5 ഫ്രാൻസിസ്കൻ സന്യാസികളുടെ രക്തസാക്ഷിത്വം ഇദ്ദേഹത്തിൻ്റെ ഹൃദയത്തെ വല്ലാതെ മതിച്ചു. രക്തസാക്ഷിയാകണമെന്ന ആഗ്രഹത്തോടു കൂടി ഇദ്ദേഹം 1220 ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്നു. സന്യാസ മഠത്തിൽ ചേർന്നതിന് ശേഷം ഒരുപാട് നല്ല കാര്യങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ഇതിനാണ് ക്രിസ്ത്യൻ സഭയ്ക്ക് വേണ്ടി കേട്ടോ. 1231 ജൂൺ 13 പാതുവയ്ക്കടുത്തുള്ള അറസല്ല എന്ന സന്യാസി മഠത്തിൽ വെച്ച് ഇദ്ദേഹം നിര്യാതനായി. അതിനെ തുടർന്ന് പാതുവയിലെ വിശുദ്ധ അന്തോണിയോസ് എന്ന് ഇദ്ദേഹം അറിയപ്പെട്ടു. അടുത്ത വർഷം ഗ്രിഗറി 9ാം മാർപ്പാപ്പ ഇദ്ദേഹത്തെ പുണ്യവാളനായി അംഗീകരിച്ചു. ജൂൺ 13 ഇദ്ദേഹത്തിൻ്റെ പെരുന്നാളായി ആചരിച്ചു വരുന്നു. അത് എല്ലാ പള്ളികളിലും ജൂൺ 13 ഇദ്ദേഹത്തിൻ്റെ അന്തോണീസ് പള്ളിയുടെ എല്ലാത്തിനും, ആൻ്റണി പള്ളിയുടെ എല്ലാ പള്ളികളിലും ജൂൺ 13 എന്ന് പറയുന്നത് തിരുനാളാണ്. ഇദ്ദേഹത്തിൻ്റെ പെരുന്നാളായി ആചരിക്കുന്നു. ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങളിലെ ആത്മീയ മൂല്യങ്ങൾ പരിഗണിച്ച് 1946 ജനുവരി 16 പോപ്പിയൂസ് 7 അന്തോണിയോസിനെ ഡോക്ടർ ഓഫ് ദി ചർച്ചായി പ്രഖ്യാപിക്കുകയും തിരുസഭ പണ്ഡിതൻ എന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തു. ഇദ്ദേഹത്തിനോട് പ്രാർത്ഥിച്ചാൽ നഷ്ടപ്പെട്ട സാധനങ്ങൾ തിരികെ ലഭിക്കുമെന്നാണ് വിശ്വാസം കേട്ടോ. അത് നമ്മളിവിടെ ഈ പള്ളിയിൽ വന്നപ്പോഴത്തേക്ക് നമ്മളോട് ഈ കമ്മിറ്റി അംഗം ആണോയെന്ന് എനിക്കറിയത്തില്ല, ഇതിനകത്തുള്ള ഒരാൾ നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് എന്ത് നഷ്ടപ്പെട്ടു, അത് നമ്മുടെ സെൻറ്റ് ആൻ്റണീസിനോട് പറയുകയാണെങ്കിൽ അത് നമ്മുടെ യേശു അപ്പച്ചനോട് പറഞ്ഞതിന് ശേഷം നമുക്കത് നേടിത്തരുമെന്ന് ഒരാളിവിടെ പറയുകയുണ്ടായി. അങ്ങനെയാണ് നമ്മുടെ ഇതിന് പുറകെ പോയത്. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ചരിത്രം അല്ലേ, അത് എങ്ങനെയാണെന്ന് അറിയാൻ പോയത്. അപ്പോഴാണ് ഈ ചരിത്രങ്ങളിലെല്ലാത്തിനും ഇദ്ദേഹത്തിനെ കുറിച്ച് പറയുമ്പോഴത്തേക്ക് ഇദ്ദേഹം ഒരു വിശുദ്ധനാണെന്നും വിശുദ്ധനായതിനാൽ തന്നെ ഈ വിശുദ്ധൻ പറയുന്നത് എന്തും യേശുപ്പച്ചൻ നമുക്ക് സാധിച്ചു തരും എന്നും ഒരു ചർച്ച നമ്മുടെ ഇതിൽ അവർ ചരിത്രത്തിൽ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ അതിനെക്കുറിച്ച് നിങ്ങളോടും കൂടെ നമ്മുടെ പങ്കുവയ്ക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ. ഈ പള്ളിയെക്കുറിച്ച് പറയാൻ, നമ്മുടെ ഈ കുരിശടിയെക്കുറിച്ച് പറയാൻ 50 ലക്ഷം രൂപയായെന്നാണ് ഇദ്ദേഹം പറഞ്ഞത്. നമ്മുടെ 50 ലക്ഷം രൂപ നമ്മുടെ ചിറ്റാഗുള്ള എല്ലാവരും പള്ളിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവരും കൂടെ സ്വരുകൂട്ടിയ ഒരു തുക കൊണ്ട് നിർമ്മിച്ച ഒരു കുരിശടിയാണ്. നമ്മൾ കാഴ്ചയിൽ കാണുകയാണെങ്കിൽ ഒരു കൊച്ചു പള്ളി എന്ന് വേണം പറയാൻ.
അൾത്താരയും കാര്യങ്ങളെല്ലാം ഈ കുരിശടിക്കകത്തുണ്ട് കേട്ടോ. കുരിശടി കാണാൻ വളരെ ഭംഗിയാണ്. നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും നമ്മൾ പള്ളിയെക്കാളും വളരെ നല്ല മനോഹരമായി ചെയ്തിരിക്കുന്നു അല്ലേ ബാബാജി? ഗ്ലാസ്സാൽ അലങ്കൃതമാണ്. ചിറ്റായ ഗ്ലാസ്സിൽ ലൈറ്റ്, അതെ, എല്ലാം വേറൊരു ലെവലാണ്. നമ്മൾ ഇതിനകത്തുനിന്ന് പ്രാർത്ഥിക്കുന്ന പുറത്ത് പെട്ടെന്ന് അറിയത്തില്ല. ഗ്ലാസ് ഡോറൊക്കെയാണ്. പിന്നെ മുമ്പ് ഒരിക്കൽ പോയപ്പോ ഇത് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു. നമ്മള് മുൻപ് പോയപ്പോഴത്തേക്ക് തകർന്ന് കിടക്കുന്ന ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളെ തലസ്ഥാന നഗരത്തിലൂടെ ക്രിസ്ത്യൻ പള്ളികൾ എന്നുള്ള ഒരു വീഡിയോയിലുണ്ട്. ചെറിയൊരു കുരിശടിയായിരുന്നു. ഇത് പെട്ടെന്ന് ചെയ്തു വന്നതാണ്. എന്തായാലും 1 വർഷം എടുത്തു. എന്തായാലും ഞാൻ പറയുന്നത് കുരിശടി ഇപ്പൊ അടിപൊളി തന്നെയാണ്. സെന്റ് ആന്റണീസിന്റെ ഈ കുരിശടി എന്ന് പറയുമ്പോഴത്തേക്ക് കാണാൻ വളരെ വേറെ ലെവല് തന്നെയാണ് കേട്ടോ. പിന്നെ ഞങ്ങള് നേരം കയറി ഇരുന്നു പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അതെ. പിന്നെ ഈ കാണാൻ താല്പര്യമുള്ള ആൾക്കാർ ഇത് കാണാൻ താല്പര്യമുള്ള ആൾക്കാർ വരേണ്ടത് സംഗമത്തു നിന്നും നമ്മുടെ വെട്ടുകാട് പള്ളിയിലേക്ക് വരുമ്പോഴത്തേക്ക് വലത് സൈഡിലാണ് ചെറിയൊരു കുരിശടി. അത് വളരെ ഭംഗി തന്നെയാണ് കാണാൻ. വേറൊരു ലെവൽ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ കയറിയ നമ്മളൊരു പള്ളിക്കകത്തിരിക്കുന്ന അതേ പ്രതീതി തന്നെയാണല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഇത്രയൊക്കെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.